എവിടെ ഇപ്പോൾ നമുക്ക് നല്ലൊരു L3 ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാവും? ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബദാം എടുത്തിരിക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിരിക്കുന്നുണ്ട്, അതേപോലെ കിസ്മിസ് എടുത്തിരിക്കുന്നുണ്ട്, അതേപോലെ ബട്ടർ അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഓട്സും, അതിൻ്റെ കൂടെ കുറച്ച് മിൽക്കും, ആവശ്യത്തിന് കുറച്ച് സാൾട്ടും കുറച്ച് പഞ്ചസാരയും. ഓക്കെ. ഒരു ചെറിയ പീസ് ബട്ടർ നമ്മൾ നേരെ ഏതിലാണോ ഓട്സ് കാച്ചാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്യാൻ എപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്നല്ലേ, നമ്മളെ ബട്ടർ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മളെ ബട്ടർ നല്ല പോലെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളെ, എന്നാൽ നല്ലപോലെ വേഗം തന്നെ മെൽറ്റായി കിട്ടും. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടി എന്തെന്നല്ലേ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ നമ്മളെ ബദാമെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. എന്നും വിചാരിച്ച് കുറേയൊന്നും ഭാര്യയിടണ്ട, നോക്കിയിട്ട് കേട്ടോ. ഒരു 10 അണ്ടിപ്പരിപ്പോ 10 ബദാം അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഒരു പിടി നമ്മളെ മുന്തിരി ഇട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കണം. ഈ ബട്ടറിൽ കിടന്ന് നല്ല പോലെ മൊരിയണം കേട്ടോ. എന്നാലാ നമ്മളെ നമ്മളെ ഓട്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം ഇട്ട് നല്ല പോലെ മൊരിച്ചിങ്ങെടുക്കണം. പിന്നെ വേണ്ടിയത് എന്തെന്നല്ലേ, നമ്മളെ പാൽ തന്നെ. അപ്പോൾ 1 കപ്പ് ഓട്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 2.5 കപ്പ് പാൽ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അഥവാ കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു 2.5 കപ്പ് പാല് പാർന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് നമ്മളെ ഗ്യാസ് സ്റ്റവ് മാറ്റാം കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക പാല്. അപ്പോൾ തിളക്കാനാകുന്ന നേരത്തെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സില്ലേ, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സും ചേർത്ത് കൊടുക്കണം കേട്ടോ. പാലിലേക്ക് നമ്മളെ ഓട്സും ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് നല്ലോണം പാലിൽ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. അതുവരെ നമ്മൾ വേപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാര കേട്ടോ. പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഞങ്ങൾക്ക് പഞ്ചസാര അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമേ എടുത്തുള്ളൂ. കാരണം വലിയൊരു മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ചെറിയൊരു കദളിപ്പഴ. ഇത് തികച്ചും ഓപ്ഷനല്ലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടുക, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. നല്ലോണം കുറുകി വരണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു പിഞ്ചുപ്പ. അതൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു പിഞ്ചുപ്പ് ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളെ പിഞ്ചുപ്പിട്ട് നല്ലോണം പതിച്ച് തിളച്ച് വരുന്നവരെ നല്ലോണം ഓട്സ് എല്ലാം സോഫ്റ്റാണ് കേട്ടോ. ഓട്സ് നമ്മളെ പാലിൽ കിടന്ന് കുറുകി വരണം. ഇങ്ങനെ നല്ല സോഫ്റ്റാക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഓട്സ് കട്ടി പോലെ തോന്നുവാണെങ്കിൽ മാത്രം 1/4 കപ്പ് വെള്ളം കൂടെ പറഞ്ഞ് നല്ലോണം മിക്സാക്കി ഇങ്ങെടുത്ത് നല്ലോണം പതിപ്പിച്ചിങ്ങെടുത്താൽ നമ്മളെ ഓട്സ് റെഡി കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഓട്സ് റെഡി. നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ L3 ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, യൂസ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ പിന്തുണ സപ്പോർട്ട് എപ്പോൾ കൊണ്ടാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ വീണ്ടും കാണാം. ഓക്കെ. എൻജോയ് ഉണ്ട് ഇവിടെ കേട്ടോ. ഇതാ കാണിച്ചു കൊടുക്കി സെറ്റാണ് കേട്ടാ.